ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ ലേറ്റായിട്ടാണ് എണീച്ചിട്ടുള്ളത്. മറ്റൊന്നുമല്ല, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഡെയിലി കണി എന്ന് പറയുന്നത് ഈ കാണുന്ന എൻ്റെ ഈ ഒടിഞ്ഞ കാലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, റെസ്റ്റ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2 ദിവസമായിട്ട് ഇപ്പോൾ പതുക്കെ എണീറ്റ് നടക്കാമെന്നുള്ളൊരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസമായി, ഓൾമോസ്റ്റ് ഒരു മാസത്തിൻ്റെ അടുത്തായി ഇപ്പോൾ ഈ കാലിന് പ്രശ്നം പറ്റിയിട്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഫോളോ അപ്പ് ഉണ്ടായിരുന്നു ഡോക്ടറെ അടുത്ത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പതുക്കെ വാക്കറൊക്കെ പിടിച്ച് നടക്കാമെന്ന് പറഞ്ഞു. അതിന് മുമ്പേന്ന് വെച്ചാൽ നമുക്ക് തീരെ നടക്കാൻ പറ്റില്ല, ഭയങ്കര പെയിനൊക്കെ ആയിരുന്നു. ഇപ്പോൾ പെയിനൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാക്കറിൻ്റെ ഹെൽപ്പോട് കൂടി നടക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കാല് ഒരുപാട് തൂക്കിയിട്ടാൽ നീര് വരും എന്നുള്ള പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഒന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ ക്ലീനിങ്ങിനും വാഷിങ്ങിനും ആയിട്ട് നമുക്ക് ഹെൽപ്പിന് ഒരാൾ വരുന്നുണ്ട്. പിന്നെ തറവാട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് അവിടെ നിന്ന് തന്നെയാണ് കൊണ്ടുവരാറ്. ഈ വാക്കർ കിട്ടിയത് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. കാരണം നമ്മൾ ഒരാൾ പിടിച്ചിട്ട് നടത്തിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് സ്വന്തമായിട്ട് ഹോൾഡ് ചെയ്ത് നടക്കാൻ പറ്റുന്ന ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇതാകുമ്പോൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് നടക്കാൻ പറ്റുന്നുണ്ട്. ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ റൂമിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഫുഡ് കഴിക്കുകയൊക്കെ റൂമിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് റൂമിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ എണീറ്റ് പതുക്കെ നടക്കാമെന്നൊക്കെ ഉള്ള ഒരു ഇതിലായപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ പതുക്കെ ഡൈനിങ് ഹാളിലേക്കൊക്കെ പോയി അവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കഴിക്കാനുള്ളത് ഇഡ്ഡലി ഉണ്ട്. ഇത് തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് സാമ്പാറുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ചട്നി ഉണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കുമ്പോൾ ഭയങ്കര മഴയാണ്, നല്ല കാറ്റും ഉണ്ട്. നല്ല രസമാണ് മഴ ഇങ്ങനെ കാണാം. പക്ഷേ ഇങ്ങനെ ഭയങ്കര കാറ്റുള്ള സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ വേഗം അകത്തോട്ട് തന്നെ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ നിന്നു. ഒന്ന് നെയ്ച്ചോറ്, അതുപോലെ തന്നെ ബീഫ് കറി, പിന്നെ സാലഡ്. ഇത് മൂന്നായിരുന്നു ഇന്ന് നമുക്ക് ലഞ്ചിനായിട്ട് ഉണ്ടായിരുന്നത്. ഇന്ന് ലഞ്ച് കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഒരുവിധം ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ തറവാട്ടിൽ നിന്നൊക്കെ ആയിട്ട് കൊണ്ടുവരും. അപ്പോൾ 2-3 ദിവസമായിട്ട് അടുപ്പിച്ചിട്ട് പുറത്തുനിന്ന് തന്നെ കഴിച്ചിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. നമുക്കിങ്ങനെ ഒരുപാട് ദിവസം ഹോട്ടലിലത്തെ ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് ഒരു മടുപ്പ് വരും. അപ്പോൾ വീട്ടിലെ ഫുഡ് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതിലാവും. അപ്പോൾ അങ്ങനെ ഉമ്മ പറഞ്ഞു നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫ് കറിയൊക്കെ കൊടുത്തേക്കാം, അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് മേടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറും കുറച്ച് സലാഡും കുറച്ച് ബീഫ് കറിയൊക്കെ ആയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ദിവസം പുറത്തുനിന്ന് അടുപ്പിച്ച് ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ നാടൻ ഫുഡ് എന്തെങ്കിലും കഴിക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക. വല്ല ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു പപ്പടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാൻ ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ഓൾറെഡി അവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് നാടൻ ഫുഡ് വേണമെന്ന് പറയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇത് മതി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത് കഴിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല. പക്ഷേ നമ്മൾ കുറേ ദിവസം ഇങ്ങനെ ചടച്ചിരുന്നിട്ട് ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു നാടൻ ഫുഡ് കഴിക്കുമ്പോഴുള്ളൊരു വൈബ് വേറെ തന്നെയല്ലേ. ഫുഡ് കഴിക്കലൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കാരണം അവൻ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വയ്യാണ്ടായതിനു ശേഷം കഴിഞ്ഞ 2 ആഴ്ചയായിട്ടാണ് ഞാൻ ഇവനെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വാഭാവികമായിട്ടും നോർമലി കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു തലവേദന പിടിച്ച പരിപാടിയാണ്. എനിക്കങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയാൽ മതി എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് ടൈം പോകുന്നുണ്ട്, അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു ഇത്. ഈ നോർമൽ ഡേയ്സിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാണ്. നമ്മൾ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അങ്ങനെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഡിന്നർ കഴിച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ സിങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഈ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ പാത്രം കഴുകുന്ന കാര്യത്തിലും. അതായത് നോർമൽ ഡേയ്സിൽ എനിക്ക് പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു ടാസ്ക്കാണ്. പക്ഷേ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ബെഡ് റെസ്റ്റ് ആയിട്ട് ഒന്ന് എണീറ്റ് നടക്കാൻ പോലും വയ്യാതെ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റിയെന്നുള്ളൊരവസ്ഥയിൽ വരുമ്പോൾ ഒരു തരം ഫ്രീഡം കിട്ടിയ പോലെയാണ്. നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ തോന്നും. ഒരുപാട് ദിവസങ്ങളായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഒന്നിനും കഴിയാതെ നമ്മളിങ്ങനെ നോക്കിയിരുന്ന് വിഷമിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ദിവസം നമുക്കൊരു ഫ്രീഡം കിട്ടുമ്പോൾ നമുക്കത് വളരെയധികം സന്തോഷമാണ്. ഞാൻ ഇതിൽ നിന്ന് റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷിക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ വളരെയധികം റിയലൈസ് ചെയ്തൊരു ദിവസങ്ങളായിരുന്നു ഇപ്പോൾ കടന്നു പോയിരുന്നത്. എനിക്കറിയില്ല, പക്ഷെ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും 4 പാത്രം കഴിയുകയാണ് എത്ര വലിയ സംഭവം എന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ബെഡ്റൂമിലിരുന്ന് ഒരുപാട് ദിവസം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു സ്ട്രഗ്ലിങ് പീരീഡ് തന്നെയായിരുന്നു. എനിക്കറിയില്ല എത്ര ആളുകൾക്ക് ഒരു ഫോണിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് സഹായത്തോടു കൂടി എത്ര ദിവസം ഒരാൾക്ക് ഒരു റൂമിൽ തന്നെ അടച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് അത് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന കുറേ ദിവസങ്ങളായിരുന്നു.
ഇനി ഇതിലെ 2 സാറ്റിസ്ഫൈങ് ഫാക്ടറും കൂടെ ഞാൻ പറയാം. ഒന്ന്, എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. രണ്ടാമത്തത് എൻ്റെ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നേരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിലേക്കാണ്. ഹസ്ബൻഡ് സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം, ഞാൻ കൊണ്ടുപോകാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അവൻ തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങളാണെങ്കിലും പിള്ളേരെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ക്ലീനിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഹെൽപ്പിന് താത്ത വരുന്നുണ്ട്, പക്ഷേ അവർ രാവിലെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഉമ്മയുണ്ടാവും, ക്ലീനിങ് മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പക്ഷേ ഈവനിങ് മുതലുള്ള എല്ലാ കാര്യങ്ങളും, ക്ലീനിങ് ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ പാത്രങ്ങൾ ഇങ്ങനെ കഴുകാനിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വയ്യാണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഓരോരുത്തർ കാണാനും അങ്ങനെയൊക്കെ ആയിട്ട് വരും. ഒരുപാട് സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ വീട് ഫുള്ള് ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും വരില്ല. പക്ഷേ എന്നാണോ വീട് നീറ്റല്ലാതിരിക്കുന്നത് അന്ന് ഒരുപാട് വിരുന്നുകാരുണ്ടാവും. ഇതെല്ലാം പറഞ്ഞു നിൽക്കുമ്പോഴേക്കും നൗഷ് വന്ന് എന്നെ കയ്യോടെ പൊക്കി. എനിക്ക് ഒരുപാട് വഴക്ക് കേട്ടു പാത്രം കഴുകാൻ നിന്നതിന്. എന്തായാലും പിറ്റേ ദിവസം നമുക്ക് പുട്ടും കടലക്കറി ആക്കാമെന്ന് പറഞ്ഞ് ഞാൻ കടലക്കറി ഉണ്ടാക്കിക്കോളാം എന്നും പറഞ്ഞ് എന്നോട് പൊടികളും കടലയൊക്കെ സെറ്റാക്കി തരാൻ പറഞ്ഞു. അപ്പം ഞാൻ പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പാത്രത്തിൽ സെറ്റാക്കി കൊടുത്തു. അവൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും വിശേഷങ്ങളുള്ളൂ. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അതിൻ്റേതായ കുറവ് വീഡിയോസിനുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ കൂടണേ. വീണ്ടും കാണുന്നവരെ ബൈ.